എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വന്നെത്തിക്കഴിഞ്ഞു നമ്മുടെ മറ്റൊരു പൊന്നിൻ ചിങ്ങമാസം കൂടി. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഉത്സവകാലം. എന്നാൽ ഈ ചിങ്ങം 1 മുതൽ ചില രാശിക്കാരുടെ ജീവിതം മാറിമറിയാൻ പോവുകയാണ്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുകൂല സ്ഥാനങ്ങൾ കാരണം ഈ രാശിക്കാർക്ക് ഇനി വരുന്നത് കോടീശ്വര യോഗമാണ്. വർഷങ്ങളായി അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. കടങ്ങളൊക്കെ വീട്ടുവാനും പുതിയ വീടും വാഹനം ഒക്കെ വാങ്ങുവാനും ബിസിനസ്സിലൊക്കെ വലിയ വിജയം നേടാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ രാശി ഇതിലുണ്ടോ എന്നറിയാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. പൊതുവെ ചിങ്ങമാസം സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങത്തിൽ എത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പുതിയ ഊർജവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഉണ്ടാകുന്നു. എന്നാൽ ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചില പ്രത്യേക രാശിക്കാർക്ക് അത്ഭുതകരമായ സാമ്പത്തിക വളർച്ചയാണ് ഈ മാസം സമ്മാനിക്കുന്നത്. ഭാഗ്യദേവത കൺതുറക്കുന്ന ആ 5 രാശിക്കാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ രാശി മേടം രാശി. ആദ്യത്തെ ഭാഗ്യരാശിയാണ് മേടക്കൂറാണ്. ചിങ്ങം 1 മുതൽ മേടം രാശിക്കാർക്ക് വിചാരിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നൊക്കെ പണം വന്നു ചേരുന്നതായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലിയൊക്കെ ലഭിക്കുന്നതായിരിക്കും. വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക്. പഴയ കടങ്ങളൊക്കെ പൂർണ്ണമായി വീട്ടാൻ സാധിക്കുന്നതായിരിക്കും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ലാഭങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ: സാമ്പത്തിക അഭിവൃദ്ധിക്കായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായി കാണുന്നു. അടുത്ത രാശി മിഥുനം രാശിയാണ്. ഇവർക്ക് ഇനി തുടർന്നതെല്ലാം പൊന്നാകുന്ന ഒരു കാലഘട്ടമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ള ലാഭവും അതുപോലെ തന്നെ പുതിയ പങ്കാളിത്തവും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഇത് അനുയോജ്യമായ ഒരു സമയമാണ്. സ്വന്തമായിട്ട് വീടോ അല്ലെങ്കിൽ ഭൂമിയോ ഒക്കെ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ അതൊക്കെ സാധിക്കുന്നതായിരിക്കും. പാരമ്പര്യ സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ കൈവശം വന്നു ചേരാനുള്ള യോഗവും ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്ന് വെച്ചാൽ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങളൊക്കെ മാറുന്നതിന് സഹായിക്കുന്നതാണ്. അടുത്തത് മൂന്നാമത്തെ രാശിയായ ചിങ്ങം രാശി. സ്വന്തം മാസത്തിലേക്ക് കടക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ സമയം സുവർണകാലം എന്ന് പറയാം. സമൂഹത്തിൽ നിങ്ങളുടെ അന്തസ്സും വിലയും ഒക്കെ കൂടുന്നതായിരിക്കും. നേതൃസ്ഥാനങ്ങളിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെടാവുന്നതുമായിരിക്കും. ശമ്പള വർധനവ്, പ്രമോഷൻ എന്നിവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളെ തളർത്താൻ നോക്കിയ ശത്രുക്കൾ പോലും ഇല്ലാതാവുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചകളിൽ സൂര്യഭഗവാന് ജലതർപ്പണം നടത്തുകയും ആദിത്യ ഹൃദയ സഹസ്രം ജപിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായി കാണുന്നു. നാലാമത്തെ രാശി തുലാക്കൂറുകാരാണ്. ലക്ഷ്മി ദേവിയുടെയും പൂർണ്ണ അനുഗ്രഹം കൊണ്ട് ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നതായിരിക്കും. സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗവും ഉണ്ട്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നൊക്കെ വരുമാനം വരുന്നതായിരിക്കും. കായിക രംഗത്തുള്ളവർക്ക് വലിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അഞ്ചാമത്തെ രാശി ധനുരാശി. അവസാനമായി കോടീശ്വര യോഗം തേടിയെത്തുന്ന രാശിയാണ് ധനുക്കൂറുകാരാണ്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഇവർക്ക് ഉണ്ടാകുന്നൊരു സമയമാണ്.
ഭാഗ്യ പരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കുന്നതായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന വലിയ തുകകളൊക്കെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതായിരിക്കും. തീർത്ഥാടന യാത്രകൾക്ക്, ബിസിനസ് യാത്രകൾക്കൊക്കെ അവസരമുണ്ടാവുന്നതായിരിക്കും. ഈ യാത്രകൾ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ലാഭത്തിനൊക്കെ കാരണമാവുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാര മാർഗം, വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുകയോ ദാനം ചെയ്യുകയോ ചെയ്യുന്നത് നിങ്ങളുടെ യോഗങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ രാശിക്കാർക്ക് വലിയ യോഗം ഉണ്ടെങ്കിലും ഒരു കാര്യം കൂടി ഓർക്കുക, അന്ധമായ ആഡംബരങ്ങളിൽ പണം ചെലവഴിക്കരുത്. ജാതകത്തിൽ ഗ്രഹങ്ങളുടെ ദശാകാലം അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതായിരിക്കും. യോഗമുള്ള സമയത്തും കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ അതിൻ്റെ പരിപൂർണ ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവസരങ്ങൾ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ വരുന്ന ചിങ്ങമാസം എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.